കോഴിക്കോട് ജില്ലയിലും മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ഇന്നത്തെ വാർത്താപ്പകലിൽ മഴ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട്ടെ മാവൂരിൽ ഇപ്പോൾ കനത്ത മഴയാണ്. ചാലിയാറിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയരുന്നുവെന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചില വീടുകളിൽ ജില്ലയിൽ മഴയിൽ കേടുപാടുണ്ടായത് 33 വീടുകൾക്കാണെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വടകരയിൽ ഇന്ന് മിന്നൽ ചുഴലി അടിച്ചുവെന്ന വാർത്തയുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ സാൻഡ് ബാങ്ക്സിൽ ശക്തമായ കാറ്റ് വീശി. ഇന്നത്തെ വാർത്താപ്പകലിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്. അഭിജിത്ത്, വിശദാംശങ്ങൾ പറയൂ. കോഴിക്കോട് ജില്ലയിൽ എന്തെങ്കിലും അവധി പ്രഖ്യാപിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് വിദ്യാർത്ഥികൾ പല ജില്ലകളിലും മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവധി കിട്ടുമോ എന്ന് ചോദിച്ച് യൂട്യൂബിൽ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? SKN ജില്ലയിൽ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ വളരെ ശക്തമായ മഴയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. നഗരമേഖലയിൽ ഇടവിട്ടാണ് മഴ പെയ്യുന്നതെങ്കിൽ ഗ്രാമീണ മേഖലയിൽ, മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ചിലയിടങ്ങളിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ് ഇപ്പോഴും അത് നിർത്താതെ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാകരമായ കാര്യം. ഈ ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ ഈ മഴയിൽ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഒപ്പം വീടുകളിലേക്ക് മഴവെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം. ചിലയിടങ്ങളിൽ പ്രധാനമായും മാവൂർ മേഖലയിലാണ് നമ്മൾ ഈ വീടുകളിൽ വെള്ളം കയറിയ ഒരു ദുരിതം എടുത്തു പറയേണ്ടത്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴയിൽ മാവൂർ, ചാത്തമംഗലം, ഒപ്പം ഈ പെരുവയൽ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഈ ചാലിയാർ, ഒപ്പം തന്നെ ചെറുപുഴ എന്നിവിടങ്ങളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഒപ്പം തന്നെ SKN സൂചിപ്പിച്ചതുപോലെ വടകരയിൽ മിന്നൽ ചുഴലി ഉണ്ടായ ഒരു സാഹചര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 മണിയോടുകൂടിയാണ് സാൻഡ് ബാങ്ക്സ് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു മിന്നൽ ചുഴലി ഉണ്ടായത്. ആൾക്കാർ രക്ഷപ്പെട്ടത്, ഇവിടെ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്ന് തന്നെ പറയാം. ചില തട്ടുകടകളൊക്കെ ഈ മിന്നൽ ചുഴലിയിൽ അതിന്റെ മേൽക്കൂരകൾ പാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം തന്നെ വിലങ്ങാട് മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു. വനത്തിനകത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടെയുള്ള ഈ വാണിമേൽ പുഴ, ഒപ്പം തന്നെ അവിടെയുള്ള പുഴകളിലൊക്കെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നു. ജലനിരപ്പ് വളരെ അധികം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ വനമേഖലയിൽ ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഇതിന്റെ തീരദേശങ്ങളിൽ താമസിക്കുന്നവരോട്, ഈ പുഴകളുടെ തീരദേശങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി അധികൃതർ നിലവിൽ നൽകിയിട്ടുണ്ട്. ജില്ലയിൽ 33 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ഒപ്പം 10 വീടുകളിൽ നിന്നായി 36 പേരെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം 50 പേരെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഒടുവിൽ അധികൃതർ നൽകുന്ന വിവരം. ഇതിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഈ ഒരു കണക്ക് കൂടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ശക്തമായ മഴ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ പേരെ ഈ വീടുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ അധികൃതർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതാണ്. അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. കാരണം മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്, മരം കടപുഴകി വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ മേഖലകളിൽ യാത്ര അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.